ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ആയുർവേദിക് ഓയിലാണ്. ഇത് എനിക്ക് എന്തുകൊണ്ടാണ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ എൻ്റെ മുടി തിക്നെസ് ഉണ്ടായിരുന്നു, പക്ഷേ ലെങ്ത് വെക്കില്ലായിരുന്നു. കാരണം മുടിയിൽ മൊത്തം താരനും അതുപോലെ മുടിക്കായും ഒക്കെ ആയിട്ട് മുടി ഇങ്ങനെ പൊട്ടിപ്പോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. ഈ എണ്ണ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മുടിയിലെ താരനും മുടിക്കായും ഒക്കെ മാറി മുടിക്ക് നീളം വയ്ക്കാനും തുടങ്ങി. സാധാരണ എണ്ണ കാച്ചിയെടുക്കണ പോലെ തന്നെ വെളിച്ചെണ്ണയിലാണ് ഈ എണ്ണയും നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. പക്ഷേ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് എണ്ണ തയ്യാറാക്കിയെടുക്കുന്നത്. ദന്തപാല എന്ന മരത്തിൻ്റെ ഇല വെച്ചിട്ടാണ് നമ്മൾ ഈ ഓയിൽ ചെയ്തെടുക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന ഇലയാണ് ദന്തപാല. ഈ ഓയിലിന് ഗുണങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ദോഷങ്ങളുമുണ്ട്. സൈഡ് എഫക്ട്സ് ഞാൻ ലാസ്റ്റ് പറയാം. ഫസ്റ്റ് നമുക്ക് ഈ ഓയിൽ മേക്കിങ്ങും അതിൻ്റെ ബെനിഫിറ്റ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ദന്തപാലയുടെ ഇല പൊട്ടിച്ചെടുക്കുമ്പോൾ ഇരുമ്പ് തൊടാൻ പാടില്ല. 1 കിലോ എണ്ണയ്ക്ക് 1 കിലോ ഇല എന്ന കണക്കിലാണ് നമ്മൾ ഇല കളക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ കളക്ട് ചെയ്യുന്ന ഇലയിൽ പൊടികളോ അല്ലെങ്കിൽ എട്ടുകാലി പോലെയുള്ള കുഞ്ഞു ജീവികളോ ഒന്നും ഇല്ലെങ്കിൽ വെറുതെ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതിയാവും. ഞാൻ എടുത്തത് ഒരു വേനൽ സമയത്താണ്, അതുകൊണ്ട് തന്നെ ഇലയിൽ നിറയെ ചുക്കിലിയും പൊടികളുമായിരുന്നു. അതുകൊണ്ടൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തു, നിരത്തിയിട്ടിട്ട് തുണി വെച്ചൊന്ന് തുടച്ചെടുത്തു. ആ വെള്ളമെല്ലാം ഒപ്പിക്കളഞ്ഞതിന് ശേഷം എണ്ണ മേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലെ ഇലകൾ അടുക്കി വെച്ചു. ഏറ്റവും നല്ലത് ഗ്ലാസിൻ്റെ പാത്രം അല്ലെങ്കിൽ മൺചട്ടി, അല്ലെങ്കിൽ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഓട്ടുപാത്രം, സ്റ്റീൽ എന്നിവ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇരുമ്പ് ഉപയോഗിക്കാൻ പാടില്ല. എണ്ണ ഉണ്ടാക്കിയതിന് ശേഷവും ചില്ലു കുപ്പിയിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ എണ്ണ ഉത്തമമാണ്. അകാലനരയും കൺട്രോൾ ചെയ്യാൻ ദന്തപാല ഓയിലിന് സാധിക്കും. കൂടാതെ ഡ്രൈ സ്കിൻ പ്രോബ്ലംസ് ആയിട്ടുള്ള സോറിയാസിസ്, ചുണങ്ങ്, പുഴുക്കടി, ഇതിനൊക്കെ ഈ ഓയിൽ എഫക്റ്റീവാണ്. ഞാനിനി ഈ ഇലയിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 ലിറ്റർ ഓയിലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 കിലോ ഇലയാണ് ഞാൻ എടുത്തേക്കുന്നത്. മറ്റൊരു പ്രത്യേകത, നമ്മൾ ഈ ഓയിൽ മേക്ക് ചെയ്യുന്നത് പൂർണ്ണമായും വെയിലത്ത് വെച്ചിട്ടാണ്. അടുപ്പിൽ വെക്കുന്നതേയില്ല. പൂർണ്ണമായും 7 ദിവസം വെയിലത്ത് വെച്ചിട്ടാണ് ഈ ഓയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരു ദിവസം വെയിൽ കൊള്ളിച്ചപ്പോൾ എണ്ണയ്ക്കുണ്ടായ മാറ്റം എന്താണെന്ന് നോക്കാം. എണ്ണ ഒരു വയലറ്റ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇലയ്ക്കുള്ളിൽ ഒരു കറയുണ്ട്. ഇല പൊട്ടിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. ഈ കറയാണ് എണ്ണയ്ക്ക് ഈ കളർ കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ ദിവസം വന്ന ചേഞ്ചസ് നോക്കാം. ഇപ്പോൾ ഒരു വൈൻ റെഡ് കളറിലേക്ക് എണ്ണയുടെ കളർ മാറിയിട്ടുണ്ട്. വെയിലിൻ്റെ ഒരു തീവ്രത വെച്ച് 5 ദിവസം തൊട്ട് 7 ദിവസം വരെ വെയിൽ കൊള്ളിച്ചാൽ മതിയാവും. ചുണങ്ങ് മാറാൻ ഇല അരച്ച് വെയിലത്ത് വെച്ച് വറ്റിച്ചതിന് ശേഷം തേക്കുക. നല്ല വെയിലുണ്ടായിരുന്നു. ഞാനൊരു 5 ദിവസമേ വെയിൽ കൊള്ളിച്ചുള്ളൂ. കാരണം ഇല നല്ലോണം ഉണങ്ങി എണ്ണ നന്നായിട്ട് വറ്റി. എണ്ണയ്ക്ക് നല്ല വൈൻ റെഡ് കളറും ആയിട്ടുണ്ട്. ഈ ഓയിലിന് എഫക്ട്സ് ഉള്ള പോലെ തന്നെ സൈഡ് എഫക്ട്സും ഉണ്ട്. നമ്മുടെ പ്രോബ്ലം എന്താണോ അത് പരിഹരിച്ചതിന് ശേഷം ഇതിൻ്റെ ഉപയോഗം നിർത്തുക. കാരണം ചില ആളുകളിൽ തലയിൽ പൊള്ളലേൽക്കാറുണ്ട്. അതുപോലെ പെട്ടെന്ന് ജലദോഷം വരുന്നവർ ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ പ്രോബ്ലം എന്താണോ, ഇപ്പോൾ താരനാണ് തലയിലുള്ളതെങ്കിൽ ആ താരൻ മാറുന്നവരെ തേക്കുക. അത് കഴിഞ്ഞ് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഒരു വൃത്തിയുള്ള വെള്ള തുണി വെച്ചിട്ട് എണ്ണ അരിച്ചെടുക്കുകയാണ്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ഇല ദന്തപാലയുടെ ഇല തന്നെയാണോ എന്ന് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ എണ്ണ ഉണ്ടാക്കുമ്പോൾ തന്നെ ആദ്യത്തെ ദിവസം തന്നെ നമുക്കറിയാൻ പറ്റും. എണ്ണയുടെ കളറ് ചേഞ്ച് ആയില്ല എങ്കിൽ അത് ദന്തപാലയുടെ ഇലയല്ലായിരിക്കും. അരിച്ചെടുത്തതിന് ശേഷം ചില്ലു കുപ്പിയിൽ തന്നെ സൂക്ഷിക്കുക. അപ്പോൾ എല്ലാവരും ദന്തപാല ഓയിൽ മേക്കിംഗ് കണ്ടല്ലോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ചിലർക്കെങ്കിലും ഇതൊരു പുതിയ അറിവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.